ശ്രീ ടി പി ശ്രീനിവാസനെ അടിച്ച് കരണത്തടിച്ച് തറയിലിട്ടതിന് ശേഷം അന്നത്തെ SFI നേതാവ് M വിജയൻ നടത്തിയ ഒരു പ്രസംഗമുണ്ട്, അത് കേൾക്കാം. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല കച്ചവടം ചെയ്യാൻ മിസ്റ്റർ ഉമ്മൻചാണ്ടി നിങ്ങൾക്കും അബ്ദുറബിനും എത്ര കോടികൾ കിട്ടിയെന്ന് ഈ പ്രസ്ഥാനം നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും. നിങ്ങൾക്ക് അങ്ങനെ ഈ വിദ്യാഭ്യാസ മേഖല കച്ചവടം ചെയ്തു പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. അവസാന നിമിഷം എല്ലാം വിറ്റുനിലച്ച് പോകാമെന്ന ഉമ്മൻചാണ്ടി അബ്ദുറബ് നിങ്ങളുടെ വ്യാമോഹത്തിനെതിരായി ഞങ്ങൾ മരിക്കേണ്ടി വന്നാലും അതുവരെയുള്ള സമരം ഏറ്റെടുക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ വന്നത്. അന്ന് സ്വകാര്യ മേഖലയെ ക്ഷണിച്ചപ്പോൾ അത് കോടികളുടെ കച്ചവടമായിരുന്നു. ഇന്ന് ഈ പ്രസംഗിക്കുന്ന ആള് നിയമസഭയിലിരുന്ന് ഈ ബില്ലിന് അനുകൂലമായിട്ട് കൈ ഉയർത്തേണ്ട ജനപ്രതിനിധിയാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സ്വകാര്യവൽക്കരിക്കാൻ നോക്കുന്നതിനെ എതിർക്കുന്നത് സ്വാഭാവികമാണ്. അതിൻ്റെ മുൻപന്തിയിൽ നമ്മുടെ SFIയും DYFIയും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ എത്ര കണ്ടാണ് തെറ്റായതിനെ ചിത്രീകരിക്കാൻ ഈ സംഭവം വഴിവെച്ചത്? ശ്രീനിവാസനെ പോലുള്ള ഒരാളെ കയ്യേറ്റം ചെയ്തു എന്നത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളതിനെ അംഗീകരിക്കുന്നില്ല. സാധാരണഗതിയിൽ അങ്ങനെ ചെയ്യാനേ പാടില്ലായിരുന്നു. മാത്രമല്ല, സമരം നടത്തുന്ന നമ്മുടെ ഉശിരന്മാരായ ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും മനസ്സിലാക്കേണ്ട കാര്യം, നല്ല ത്യാഗമനോഭാവത്തോടെയാണ് ഇത്തരം പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നത്. നാടിൻ്റെ നന്മയെ ലാക്കാക്കിയാണ് ഇത്തരം പ്രശ്നങ്ങൾ